ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിഭിന്ന നിലപാടുകളുമായി പെന്തക്കോസ്ത് സംഘടനകൾ. പത്തനംതിട്ടയിൽ UDF വിരുദ്ധ നിലപാടുമായി യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ സിനഡ് രംഗത്തെത്തി. തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും മുന്നണിയെയോ സ്ഥാനാർത്ഥിയെയോ സഹായിക്കാനുള്ള ഒരു രാഷ്ട്രീയ തീരുമാനവും എടുത്തിട്ടില്ലെന്ന് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ വ്യക്തമാക്കി. അതേസമയം UDFനെ പിന്തുണയ്ക്കാനാണ് ഡെമോക്രാറ്റിക് ബിലീവേഴ്സ് ഫോറത്തിന്റെ തീരുമാനം. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയെ വിമർശിച്ചുകൊണ്ട് യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ സിനഡാണ് ആദ്യം നയം വ്യക്തമാക്കിയത്. മണിപ്പൂർ വിഷയത്തിൽ ഉൾപ്പെടെ കാര്യമായ പ്രതികരണങ്ങൾ നടത്താൻ ആന്റോ ആന്റണി തയ്യാറായില്ലെന്നും വിശ്വാസികൾക്ക് മനസാക്ഷി വോട്ട് ചെയ്യാമെന്നും യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ സിനഡ് നേതൃത്വം വ്യക്തമാക്കി. ഞങ്ങളുടെ അനേകം മിഷണറിമാർ, പത്തനംതിട്ടയടക്കമുള്ള അനേകം മിഷണറിമാർ നോർത്ത് ഇന്ത്യയിൽ അകാരണമായി മർദ്ദിക്കുന്ന സമയത്ത് ഒരു പാർലമെന്റിൽ എണ്ണീറ്റ് നിന്ന് ഒരു ചോദ്യം ചോദിക്കാനോ അല്ലെങ്കിൽ BJP ഗവൺമെന്റിനോട് പറഞ്ഞ് അതിനെ ഒന്ന് നിയന്ത്രിക്കാനോ ബഹുമാനപ്പെട്ട MP അത് സാധിച്ചിട്ടില്ല. ഞങ്ങളെ സഹായിക്കാൻ വരുന്ന മുന്നണിക്ക് മാത്രമേ ഇപ്രാവശ്യം പെന്തക്കോസ്തിന്റെ വോട്ടുകൾ ഈ കേരളത്തിൽ ഞങ്ങൾ ചെയ്യത്തുള്ളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ സിനഡിന്റെ നിലപാടിനെ തള്ളി പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ രംഗത്ത് വന്നു. എല്ലാ പെന്തക്കോസ്ത് വിശ്വാസികളുടെയും സഭാ നേതൃത്വത്തിന്റെയും നിലപാടല്ല യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ സിനഡ് പറഞ്ഞതെന്നും ആന്റോ ആന്റണി മണിപ്പൂർ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ടെന്നും ഒരു സ്ഥാനാർത്ഥിക്കും അനുകൂലമായോ പ്രതികൂലമായോ തങ്ങൾ നിലപാടെടുത്തിട്ടില്ലെന്നും പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ നേതൃത്വം വ്യക്തമാക്കി. ഞങ്ങൾ സഭാ നേതൃത്വമായി കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ശേഷമാണ് പറയുന്നത്. അങ്ങനെ നിലപാട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ശ്രീ ആന്റോ ആന്റണിക്കെതിരെയുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ആരോപണം. ഞങ്ങൾക്ക് അങ്ങനെ ആരോപണമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിയോ ഏതെങ്കിലും മുന്നണിയോ പിന്തുണയ്ക്കുന്നതിനെക്കുറിച്ച് സഭാ നേതൃത്വം രാഷ്ട്രീയ തീരുമാനമെടുത്തിട്ടില്ല. 20 മണ്ഡലങ്ങളിലും പിന്തുണ UDFനാണെന്ന് ഡെമോക്രാറ്റിക് ബിലീവേഴ്സ് ഫോറം നേതൃത്വം വ്യക്തമാക്കി. ഈ സംഘടന സംസ്ഥാനത്തുടനീളം UDFനെ അനുകൂലിക്കുന്ന ഒരു സംഘടന തന്നെ. ആ UDFന്റെ 20 സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ 1 ലക്ഷത്തോളം പെന്തക്കോസ്ത് വിശ്വാസികളുണ്ട്. പെന്തക്കോസ്ത് വിഭാഗത്തിന്റെ പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ മുന്നണികൾ തുടരുകയാണ്. റിപ്പോർട്ടർ, പത്തനംതിട്ട.